ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ കീം എക്സാം എഴുതാൻ പോകുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോഴത്തേക്കും ഈ കീം എക്സാം എഴുതിയിട്ട് നമ്മൾ എൻജിനീയറിംഗ് ഫീൽഡിൽ കയറുകയാണെങ്കിൽ, മെഡിക്കലും ഉണ്ട് എൻജിനീയറിംഗ് ഉണ്ട്. ഇപ്പം എൻജിനീയറിംഗ് ഫീൽഡിൽ കയറുകയാണെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള കോഴ്സാണല്ലോ നമ്മൾ ചെയ്യണത്. മെക്കാനിക്കൽ എൻജിനീയറിംഗ്, സിവിൽ എൻജിനീയറിംഗ്, ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എൻജിനീയറിംഗ്. അപ്പോൾ ഇതിലൊക്കെ ഏത് ചൂസ് ചെയ്യണം, ഇത് എഴുതി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ എൻജിനീയറിംഗ് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണമല്ലോ ഏതെങ്കിലും ഒരെണ്ണം. സോ നമ്മൾ ഇത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, അപ്പം ഓരോന്ന് സെലക്ട് ചെയ്യേണ്ടത് ആരൊക്കെയാണ്, എന്തൊക്കെ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ സീരീസാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടെ പറയാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ഏത് രീതിയിലുള്ള ആൾക്കാരാണ് സിവിൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യേണ്ടത് പഠിക്കാനായിട്ട്. ഓക്കെ, so yeah guys, let's go to the video. Thank you. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രാജി. അപ്പോൾ ബേസിക്കലി നിങ്ങളെല്ലാം കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഈ ഒരു സീരീസ് പാർവതി തുടങ്ങിയേക്കുന്നത് നമുക്കൊരു എയിം ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനാണെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി കീം എഴുതിയിട്ട് ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, അതൊക്കെ ഇപ്പോൾ തന്നെ നമ്മളത് ഡിസൈഡ് ചെയ്യേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോരോ ഫീൽഡ്, ഏതൊക്കെ ഫീൽഡിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും, ഏതൊക്കെ ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ് ആണെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ കീം എഴുതാനുള്ളൊരു ഇൻട്രസ്റ്റ് വന്നതോടെ. അപ്പോൾ ആ കീം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഫീൽഡിൽ കിട്ടാൻ പറ്റും, ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് പോകാൻ പറ്റും, ഏതൊക്കെ ജോലികൾ നമുക്ക് കിട്ടും, അതിൻ്റെ അപ്രോക്സിമേറ്റ് നമുക്ക് കിട്ടുന്ന ഇൻകം, അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്ര, കാരണം അല്ലെങ്കിൽ ഭയങ്കര ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിപ്പോകും നമ്മൾ. നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ലെവൽ അറിയാമായിരിക്കും. അപ്പോൾ ഈ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടോപ്പായിട്ട് പഠിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ളവർ ഓഫ് കോഴ്സ് അവർ കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്യുമായിരിക്കും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. അങ്ങനെയുള്ളവർ സിവിൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുന്നത് ഒരുപക്ഷെ അത്രമാത്രം ആ ഒരു സബ്ജക്റ്റിനോട് പാഷനേറ്റായിട്ട് ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും അല്ലാത്ത അത്രയ്ക്ക് അങ്ങോട്ടങ്ങ് പഠിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നാൽ അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന വളരെ വ്യത്യസ്തമായതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഒരുപാട് ഫീൽഡിലേക്ക് നമുക്ക് പിന്നീട് പോകാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെയിനായിട്ട് അതിൻ്റെ അട്രാക്ഷൻ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അത്യാവശ്യം ഉഴപ്പുള്ള ആൾക്കാർ, അത്രയ്ക്ക് അങ്ങോട്ട് പഠിക്കത്തൊന്നുമില്ല എന്നാൽ പഠിക്കും, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, എന്നാൽ ടോപ്പ് റാങ്ക് ഒന്നും കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ളവർ ഉറപ്പായിട്ട് നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ എടുക്കണം. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഗവൺമെൻറ് പല കോളേജസിലും വളരെ ലോ റാങ്ക് ആണെങ്കിൽ പോലും നമുക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫീസ് വളരെ കുറവാണ് ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ മിക്കവാറും നമ്മൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള ബ്രാഞ്ചസൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പ്യൂട്ടേഷൻ, മാത്തമാറ്റിക്സ് ഒരുപാടുണ്ട്. അപ്പോൾ കാൽക്കുലേഷൻ, അതുപോലെ തന്നെ കാൽക്കുലസ്, ഇൻ്റഗ്രേഷൻ, അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 70% കുറച്ച് സ്ട്രക്ചറൽ അനാലിസിസ്, സ്ട്രക്ചറൽ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ടോപ്പിക്സ് ഒഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളതുപോലെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ആറ്റത്തിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഇമാജിൻ ചെയ്യേണ്ടി വരും. പക്ഷേ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്ന ഒരു ജനൽ, ഒരു കതക്, ഒരു വീടിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണാം. അങ്ങനെ നമുക്കൊരു പബ്ലിക്കിൽ നമ്മളൊരു കുറച്ച് പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, നമുക്കൊരു ഡാം കണ്ടാൽ അതിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു ഡാം പണിയുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരു എർത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ എർത്ത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് മിക്കതും. പലരും എഞ്ചിനീയറിംഗ് 4 വർഷത്തെ കോഴ്സ് 5, 6, 7, 8 വർഷം കഴിഞ്ഞിട്ട് പോലും പാസ്സാവാത്തവരുണ്ട്. കാരണം അതിനകത്ത് ഏതെങ്കിലും 1-2 സബ്ജക്റ്റ് അവർക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഫസ്റ്റ് ഇയറിൽ അവർ ഇച്ചിരി ഒന്ന് ഉഴപ്പി അത് കൈവിട്ടുപോയി, പിന്നെ അത് എത്ര വർഷം കഴിഞ്ഞാലും എഴുതിയെടുക്കാൻ പറ്റാത്ത ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, കാരണം കട്ടയുണ്ട്, കോൺക്രീറ്റ് ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ്, ആ കോൺക്രീറ്റിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ നമുക്ക് അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുകയൊന്നും അല്ലാതെ കണ്ട് മനസ്സിലാക്കുക, ഒബ്സർവേഷനിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്.
അപ്പോൾ ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കുറച്ച് റാങ്ക് കുറവാണെങ്കിലും ഗവൺമെൻറ് കോളേജിലും നമ്മൾ ഉദ്ദേശിച്ച കോളേജുകളിലും വീടിന് അടുത്ത് തന്നെയും ഒക്കെ കിട്ടാൻ പറ്റുന്ന വളരെ ലോ കോസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാഞ്ചാണ് സിവിൽ എഞ്ചിനീയറിംഗ്. വലിയ കോസ്റ്റൊന്നുമില്ല, വീടിനടുത്താണെങ്കിൽ നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കേണ്ട, പെട്ടെന്ന് പോയി വരാം. പലർക്കും പുച്ഛമാണ് സിവിൽ എഞ്ചിനീയറിങ്ങിനോട്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പക്ഷേ ഇനീഷ്യൽ സാലറി വളരെ കുറവായതുകൊണ്ടായിരിക്കും. അത് ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമേ തന്നെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ അത് ടെസ്റ്റ് എഴുതണം, അതിന് ടൈം എടുക്കും. പിന്നെ പ്രൈവറ്റ് ജോബ്സിലാണെങ്കിലും ഇനീഷ്യലി ഒരു സൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെയിലൊക്കെ കൊള്ളേണ്ടി വരും. അതല്ല ഓഫീസിലാണ് നമുക്ക് കിട്ടണമെങ്കിൽ പോലും സാലറി ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിനെ സംബന്ധിച്ചാൽ അവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. ആദ്യത്തെ ഒരു 5 വർഷം നിങ്ങൾ സാലറിയെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. നമ്മൾ പഠിച്ചെടുക്കുക കാര്യങ്ങൾ. സൈറ്റിൽ പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്നാൽ മാത്രമേ എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. പിന്നെ വളരെ യങ് ഏജ് ആകുമ്പം നമുക്ക് ആൾക്കാരോട് കാര്യങ്ങൾ ചോദിച്ചും ഒരു മേസണിൽ നിന്ന് പോലും അല്ലെങ്കിൽ മേസ്തിരിയിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സിവിൽ എഞ്ചിനീയറിങ്ങിൽ. അപ്പം നമ്മൾ സൈറ്റിൽ പോയാൽ മാത്രമേ അവിടുത്തെ കാര്യങ്ങൾ എന്താണ് നടക്കുന്നതെന്നും ഒരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വളരെ മാർക്ക് കുറഞ്ഞ ആൾക്കാർക്ക് കിട്ടാൻ പറ്റും. ഫസ്റ്റ് സെക്കൻഡ് ടൈം പാസ്സാവാൻ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ്. നമുക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. കുറച്ചൊരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ട്. കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം നമുക്ക് പഠിക്കാനും പറ്റും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഗവൺമെൻറ് ജോലിയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത് സിവിൽ എഞ്ചിനീയറിങ്ങിൽ തന്നെയാണ്. കേരളത്തിൽ മാത്രം എടുക്കുകയാണെങ്കിൽ കേരള PWDയിൽ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റുണ്ട്. PWDയിൽ മാത്രമല്ല, എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഉണ്ട്. അപ്പോൾ PWDയിൽ കേസിലാണെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഉണ്ട്. അവരെ കീഴെ 3, 4, 5 ഓവർസിയർമാരുണ്ടാവും. അപ്പം നമ്മളൊരു ഡിഗ്രി കിട്ടി നമുക്ക്, അതുകൊണ്ട് നമുക്ക് ഈ ഓവർസിയർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. അപ്പോൾ ആ എക്സാം നമുക്ക് എഴുതാൻ പറ്റും. അതോടൊപ്പം ഈ ഓവർസിയർമാർ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ 3 ലെവൽ ഓഫ് ഓവർസിയേഴ്സ് ഉണ്ട്. ഇവർക്കെല്ലാവർക്കും ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി അല്ലെങ്കിൽ ITI ആണ്. പക്ഷെ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതുമൊക്കെ എഴുതാൻ പറ്റും. അതെന്തിനാണ് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ ഒരു AE ഉണ്ടാവുള്ളൂ, പക്ഷേ ഓവർസിയർമാർ ഒരുപാട് പേര് കാണും. അപ്പോൾ വേക്കൻസീസ് അവർക്ക് ഒരുപാട് കൂടുതൽ കാണും. അപ്പോൾ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സാംസും നമുക്ക് എഴുതാൻ പറ്റും. കിട്ടാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. മെയിൻലി PWD, അതുപോലെ തന്നെ LSTD, അതായത് പഞ്ചായത്തിലും കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഗവൺമെൻറ് ജോലിയാണ്. അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ AE ആയിട്ടും ഓവർസിയറായിട്ടും നമുക്ക് കിട്ടും. പിന്നെ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഹൗസിംഗ് ബോർഡ്, അതുപോലെ തന്നെ ITI അല്ലെങ്കിൽ പോളിടെക്നിക്കിലെ ഒക്കെ ഇൻസ്ട്രക്ടറായിട്ടും ടീച്ചേഴ്സായിട്ടും നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരുപാട് വേക്കൻസീസ് നമുക്ക് സിവിൽ എഞ്ചിനീയറിങ്ങിലുണ്ട്. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് MTech ചെയ്യുവാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ലെക്ചറർ പോസ്റ്റിന് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ഡിസൈനൊന്നും ഞാൻ അധികം ഗവൺമെൻറ് ഫീൽഡിൽ കണ്ടിട്ടില്ല. പക്ഷേ MTech ഉണ്ടെങ്കിൽ നമുക്ക് PWDയുടെ തന്നെ ഡിസൈൻ വിങ്ങിൽ നമുക്ക് കയറാൻ പറ്റും. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നമുക്ക് ഒരുപാട് എക്സാംസ് എഴുതാൻ പറ്റും. മെയിൻലി ഏറ്റവും വലിയ പബ്ലിക് സെക്ടറായിട്ടുള്ള നമ്മുടെ റെയിൽവേസിൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. പിന്നെ എയർപോർട്ട്സ്, പിന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് സർവീസ് എഴുതി ഏത് മേഖലകളിൽ സെൻട്രൽ ഗവൺമെൻറ് ഏത് മേഖലകളിൽ വേണമെങ്കിലും നമുക്ക് പോകാം. പിന്നെ IAS താല്പര്യമുള്ളവർക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും നല്ലൊരു സ്കോപ്പ്. കാരണം ഒരുപാട് പേര് അതാണ് എഴുതുന്നത്, പഠിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട്. പിന്നെ വേറെ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ഡിഗ്രി ഉണ്ടല്ലോ, അപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധമുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കയറാം. അതല്ല, നമുക്കൊരു ബേസിക് ഡിഗ്രി മാത്രം ആവശ്യമായിട്ടുള്ള സർക്കാരിൻ്റെ എല്ലാ എക്സാംസും നമുക്ക് ഇത് വെച്ച് എഴുതാൻ പറ്റും. അപ്പം നിങ്ങളൊരു ഫൈനൽ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം സിവിൽ എഞ്ചിനീയറിംഗിൽ കയറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ പോലും കയറിക്കഴിഞ്ഞാൽ ഒരു ഫൈനൽ ഇയറൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മെയിൻലി ഒരു പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് അധികം എക്സാംസോ നമുക്ക് പാസ്സാവാനുള്ള 1-2 എക്സാംസൊക്കെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് തന്നെ നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. 1-2 വർഷം ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പൈസയൊക്കെ മുടക്കുക, പഠിച്ച് വെക്കുക, അത്രയും മതി. അതിനുശേഷം നിങ്ങൾ ജോലിക്ക് കയറുക. ഈ പ്രിപ്പറേഷൻ പഠിക്കുക, ഗവൺമെൻറ് ജോലി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾ 4, 5, 6, 7 വർഷമൊക്കെ വെയിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ ഫസ്റ്റ് ഫൈനൽ ഇയറിലും നെക്സ്റ്റ് ഒരു ഇയറിലും കൂടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ വർഷവും നമ്മൾ എക്സാംസ് വരുന്നതൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും പ്രൈവറ്റ് ജോലി കയറുക. ഏതെങ്കിലും ഒരു ജോലി കയറി കഴിയുമ്പോൾ നമുക്ക് ആളുകളോട് എങ്ങനെ സംസാരിക്കണം, ഒരു കാര്യം എങ്ങനെ അവതരിപ്പിക്കണം, ഒരു ജോലിയിൽ എങ്ങനെയാണ് മേലുദ്യോഗസ്ഥന്മാരോട് പെരുമാറേണ്ടത്, ആൺകുട്ടികളോട് എങ്ങനെ പെരുമാറണം. നമ്മൾ കോളേജിൽ കളിച്ച് നടക്കുന്ന പോലെയൊന്നുമല്ല ഒരു ഓഫീസ് ജോലി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അതൊക്കെ ഒന്നും നമുക്ക് പഠിക്കണമെങ്കിൽ വീട്ടിൽ വെറുതെ ഇരുന്ന് പ്രിപ്പയർ ചെയ്താൽ പറ്റത്തില്ല. നമ്മളങ്ങ് ഇറങ്ങണം, ഫീൽഡിലേക്ക് ഇറങ്ങിയേ പറ്റും. പിന്നെ ഉള്ളത് നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് ഫോറിനിലേക്ക് പോകാം. ഫോറിനിൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിങ്ങിൽ എസ്റ്റിമേറ്റ് എടുക്കാനും ബാക്കി സൈറ്റ് സൂപ്പർവിഷനും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫീൽഡ് ഓഫ് സോഫ്റ്റ്വെയർ ഫീൽഡും ഇതിനകത്തുണ്ട്. ഡിസൈൻ ചെയ്യാനാണെങ്കിൽ സ്റ്റാഡ്രോ അങ്ങനെയുള്ള ഒരുപാട് ഡിസൈൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഫീൽഡിലൊന്നും പോകാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒരു ഓഫീസിലോ വീട്ടിലോ ഇരുന്ന് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇപ്പോൾ സ്കെച്ചപ്പ് ഫോട്ടോഷോപ്പിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഓരോ വീടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് ആർക്കിടെക്റ്റിനോ എഞ്ചിനീയേഴ്സിനോ കൊടുത്തു കഴിയുമ്പം അവരതിൻ്റെ ഒരു 3D പിക്ചർ അല്ലെങ്കിൽ ഒരു 2D നല്ല 3D ആയിട്ടുള്ള ഫോട്ടോഷോപ്പിൽ നമ്മളെ കാണിക്കും എങ്ങനെയാണിത് ഫ്യൂച്ചറിൽ ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതുണ്ട്. പിന്നെ ഇതൊന്നും നമുക്ക് പറ്റുന്നില്ല, എന്നെക്കൊണ്ടൊരു ജോലിക്കൊന്നും പോകാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് സ്വന്തമായിട്ട് ഒരു കോൺട്രാക്ടർ ആവാനോ സ്വന്തമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനോ ഒരു ഓഫീസ് ഇടാനോ ഒക്കെ പറ്റുന്ന ഒരു നല്ല ഫീൽഡാണ്. ഇൻഡിപെൻഡൻ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആരുടെയും കീഴെ വർക്ക് ചെയ്യാൻ പോകണ്ട. എനിക്കിപ്പോൾ ആൾക്കാരെ അത്യാവശ്യം പരിചയമുണ്ട്. ഇതിൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് വരയ്ക്കാനോ അല്ലെങ്കിൽ ഡ്രോയിങ്ങിനോടൊരു താല്പര്യം ഉണ്ടാവണം. മുഴുവൻ അങ്ങോട്ട് കൈകൊണ്ട് വരയ്ക്കുക എന്നുള്ളതൊന്നുമല്ല. ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു വീടാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഒരു വീടിനെക്കുറിച്ച് ആ വീടിൻ്റെ ഫ്രണ്ടും എങ്ങനെ ഉണ്ടാവണം, ആ വീടിൻ്റെ അകത്തെ ഓരോ റൂമുകൾ എങ്ങനെയുണ്ടാവും, ഇതിനെക്കുറിച്ചുള്ള ഫുൾ പിക്ചർ നമുക്കുണ്ടാവും. അപ്പം നമ്മുടെ വരുന്ന ക്ലയൻറ്റിന് കുറേ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അവർ ആഗ്രഹങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ഫൈനൽ പിക്ചർ ഉണ്ടാക്കുക. ആ പിക്ചറിനെ നമ്മൾ ഗ്രൗണ്ടിൽ സൈറ്റിൽ ആ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരിക. അത് നമ്മൾ ഈ പണിക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുക. അതിപ്പോൾ വീടാവാം, ഡാമാകാം, റോഡാകാം, അല്ലെങ്കിൽ റെയിൽവേസിലെ എന്തെങ്കിലും സ്ട്രക്ചർ ആവാം, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആവാം, ഫ്ലാറ്റ് ആവാം, എന്താണെങ്കിലും നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഡ്രോയിങ്ങിനെ ആ സോഫ്റ്റ് കോപ്പി ആയിട്ടുള്ള ഒരു സാധനത്തിനെ നമ്മൾ ഫിസിക്കൽ സ്ട്രക്ചറായിട്ട് ഈ എർത്തിൽ നമ്മൾ കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ലെവലിലും ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, ഇപ്പോൾ മനുഷ്യന്മാരെ കാണാത്ത ആൾക്കാരെ ഒന്നും സൈറ്റിലേക്ക് നമുക്ക് വിടാൻ പറ്റില്ല. ഒരു പണിക്കാരനോട് സംസാരിക്കണം, ഭാഷ വേണം. ഇപ്പോൾ അവൻ തമിഴനോ തെലുങ്കനോ അല്ലെങ്കിൽ ആന്ധ്രയോ ബംഗാളിയോ ഒക്കെ ആയിരിക്കാം. അപ്പം കുറേയൊക്കെ നമ്മൾ പറയുന്നത് മനസ്സിലാവും. ഡ്രോയിങ് ആണ് എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഡ്രോയിങ്ങിലൂടെ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി വർക്ക് ചെയ്യിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് കാര്യം. അപ്പം നമുക്കിനിയിപ്പോൾ ഇതൊന്നും താല്പര്യമില്ല, നമ്മളൊരു ഭൂലോക ഉഴപ്പനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പക്ഷേ ആൾക്കാരോട് സംസാരിക്കാനോ തൊട്ടടുത്ത വീട്ടിൽ ഇപ്പം ബേസിക് നമുക്കൊന്നും ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ പോലും തൊട്ടടുത്ത വീട്ടിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്ക് ഉണ്ട്. എന്തുവാ അവരെ കുറേ ടൈല് പൊട്ടി അല്ലെങ്കിൽ കിച്ചണിലെ പ്ലംബിങ്ങിനൊക്കെ പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ പറയുകയാണ് ഞാൻ ചെയ്യാൻ ചേച്ചി, ചെല്ലുന്നു, നമ്മൾ ആ ടൈലിൻ്റെ ഏരിയ എടുക്കുന്നു, അല്ലെങ്കിൽ എത്ര പ്ലംബിങ്, എത്ര പൈപ്പ്, ടാപ്പ് നമ്പറൊക്കെ എടുക്കുന്നു. ഇതൊക്കെ കടയിൽ പോയി റേറ്റ് ചോദിക്കുന്നു. ഇത്ര റേറ്റിന് അവൻ ചെയ്തു തരാമെന്ന് പറയുന്നു, അവൻ്റെ റേറ്റ് വാങ്ങുന്നു. അടുത്തൊരു ബംഗാളി 4 പണിക്കാരെ കളക്ട് ചെയ്യുന്നു. ഇവനെ കൊണ്ട് ഒരു ദിവസം അവൻ ഇത്ര കൂലിയെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിന് എത്ര കൂലിയെന്ന് പറഞ്ഞ് നമ്മൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇത്രയും മതി. ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു പ്രോഫിറ്റ് നമ്മളെടുത്ത് ഈ പണി നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതിനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ബിക്കം എ കോൺട്രാക്ടർ ഓൾസോ. സോ അങ്ങനെ ഏത് ലെവലുള്ള ഇപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് അവന് സ്ഥലം മാറിപ്പോവാം, അല്ലെങ്കിൽ പ്രഗ്നൻസി ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലിയിൽ നിന്നൊക്കെ ലീവ് എടുക്കേണ്ടി വരാം, അല്ലെങ്കിൽ ജോലി വിട്ടു പോകേണ്ട ഒരു അവസ്ഥ വരാം. അങ്ങനെയുള്ളവർക്ക് നമുക്കിതൊന്നും വേണ്ട. ഓട്ടോകാഡ് പഠിക്കുക, അല്ലെങ്കിൽ സ്കെച്ചപ്പ് പഠിക്കുക, ഇൻറ്റീരിയറൊക്കെ ചെയ്യുക, വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വർക്കുകളുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഒരു 2 ഡ്രോയിങ് വരച്ച് എല്ലായിടത്തും പെർമിഷൻ വേണം. ആ പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള ഡ്രോയിങ്സ് നമുക്ക് വരയ്ക്കാം, വീട്ടിലിരുന്ന് തന്നെ ചെയ്തു കൊടുക്കാം. നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഓട്ടോകാഡ് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ സ്കെച്ചപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, വരച്ചു കൊടുക്കുക, പൈസ കയ്യിലെത്തും. അങ്ങനെ ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് സിവിൽ എഞ്ചിനീയർ. സ്വന്തമായിട്ട് വേണമെങ്കിൽ അങ്ങനെ, ഗവൺമെൻറ് ജോലി വേണമെങ്കിൽ അങ്ങനെ. ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ജോലി തരുന്ന ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡാണിത്. എഞ്ചിനീയറിങ്ങിന് പോവുക, ഇതൊന്നും പഠിച്ചിട്ട് എഞ്ചിനീയറിംഗ് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേറെ എന്തും എഴുതിയെടുക്കാം. കാരണം അത്രയും സിംപ്ലിഫൈ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സിവിൽ എഞ്ചിനീയറിംഗ്. പക്ഷേ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ എല്ലാവരും ഒരു പക്ഷേ പുച്ഛമായിരിക്കും. ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണെന്ന്. ബേസിക്കലി സ്റ്റാർട്ടിങ് സാലറി കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഫീൽഡാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ്, പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. പിന്നെ അടുത്ത വേറെ എന്തെങ്കിലും ഒരു ഫീൽഡുമായിട്ട് നമുക്ക് വരാം. താങ്ക് യു.